ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന ഭാഗമാണ് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും വരാൻ പോണത്. ശ്രുതിയുടെ കൂടെ അശ്വിൻ ഡാൻസ് കളിക്കുന്ന നല്ല അടിപൊളി ഭാഗം. അത് കഴിഞ്ഞിട്ടൊക്കെ ശ്രുതി ശരിക്കും ഭയങ്കര ഡെസ്പായിരിക്കും കേട്ടോ. വേറൊന്നുമല്ല, ശ്യാം ശ്രുതിയുടെ കയ്യിൽ കയറി പിടിക്കുകയും മാത്രമല്ല ശ്യാം ഇപ്പോഴും പഴയ പോലെ തന്നെയാണ് ശ്രുതിയുടെ അടുത്ത് പെരുമാറുന്നത്. അപ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ശ്യാം അഞ്ജലി എടുത്ത് സ്നേഹത്തോടെ പെരുമാറും, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും എന്നൊക്കെ ഒരു വിശ്വാസത്തിലാണ് ശ്രുതി അതായത് ശ്രുതിയും ശ്രുതിയുടെ വീട്ടുകാരൊക്കെ നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ചടങ്ങ് കഴിയുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ് ശ്യാം ഒരിക്കലും നന്നാവില്ല എന്നൊരു കാര്യം. അത് ആലോചിക്കുന്ന ശ്രുതിക്ക് വല്ലാത്ത വിഷമം തോന്നും കേട്ടോ. കാരണം അഞ്ജലിയുടെ ജീവിതം കൂടിയിട്ട് ഇല്ലാതാവാണല്ലോ എന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ശ്രുതിയുടെ അടുത്തേക്ക് വീണ്ടും വീണ്ടും ശ്യാം വന്നുകൊണ്ടിരിക്കുക കേട്ടോ. എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല, എനിക്ക് നിന്നെ വേണം, നിന്നെ കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും, അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയാണ്. ശരിക്കും പറഞ്ഞാൽ സത്യം അന്ന് തന്നെ അശ്വിന് അറിയേണ്ടതായിരുന്നു. അശ്വിൻ ഒന്ന് തിരിഞ്ഞ് നോക്കിയാൽ എല്ലാ സത്യങ്ങളും അശ്വിന് മനസ്സിലാവുമായിരുന്നു. പക്ഷേ അശ്വിൻ തിരിഞ്ഞ് നോക്കത്തൊന്നുമില്ല കേട്ടോ. പക്ഷേ അശ്വിൻ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോഴല്ല, നമ്മുടെ ശ്രുതിയുടെ പ്രീതിയുടെയും ആകാശിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് വരുന്ന ദിവസമാണ് അശ്വിൻ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കി അശ്വിൻ ശ്യാമിന് ഒരു പ്രാവശ്യം കൂടി ഒരു വാണിംഗ് കൂടി കൊടുക്കും. മര്യാദക്ക് അതായത് അഞ്ജലി ആ സമയത്ത് ഗർഭിണിയും കൂടി ആയിരിക്കും. അപ്പോൾ നമ്മുടെ അഞ്ജലി ഗർഭിണിയും കൂടി ആയതുകൊണ്ട് ശ്യാമിനെ ഉപേക്ഷിക്കാനൊന്നും പറ്റില്ലല്ലോ. കാരണം അല്ല, അഞ്ജലിത്തെ സത്യങ്ങൾ പറയാനും പറ്റില്ല. കാരണം കുഞ്ഞിനെയും കൂടി എന്തെങ്കിലും സംഭവിച്ചാലോ. കാരണം അഞ്ജലി ഒരുപാട് വർഷത്തിന് ശേഷം കാത്തിരുന്നിട്ടാണ് ആ കുഞ്ഞ് ജനിക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അശ്വിൻ വിചാരിക്കും എന്തായാലും സത്യങ്ങളൊന്നും ഇപ്പോൾ ചേച്ചിയെടുത്ത് പറയണ്ട, ഒരു അവസരം കൂടി ആ ശ്യാമിനെ കൊടുക്കാം എന്ന് വിചാരിക്കും. തനിക്ക് ഒരു അവസരം കൂടി ഞാൻ തരാം, മര്യാദക്ക് ചേച്ചിനെയും കുഞ്ഞിനെ നോക്കി അടങ്ങി ഒതുങ്ങി വീട്ടിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്ക്, അല്ലാതെ ശ്രുതിനെ പറഞ്ഞിട്ട് പുറകെ നടക്കാൻ നിൽക്കരുത്. കാരണം ശ്രുതി ഇപ്പോൾ എൻ്റെ ഭാര്യയാണ്. എൻ്റെ ഭാര്യനെ നോക്കാൻ പോയിട്ട് അവളുടെ 7 അയലത്ത് പോലും തന്നെ കണ്ടുപോകരുത് എന്ന് അശ്വിൻ ശ്യാമിൻ്റെ പറയും കേട്ടോ. ശ്യാം പക്ഷെ അത് കേൾക്കത്തൊന്നുമില്ല. ശ്യാം ഈ ചെവി കൂടി കേട്ട് ആ ചെവി കൂടി അത് കളയും. ശ്യാം പിന്നെയും ശ്രുതിയുടെ പുറകെ തന്നെ ഇങ്ങനെ നടക്കും കേട്ടോ. അഞ്ജലിനെ ഇല്ലാതാക്കിയിട്ടാണെങ്കിൽ ശ്രുതിനെ വേണം എന്നൊരു രീതിക്കാണ് ശ്യാം പോണത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.